ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ലിൻ ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അക്കോമഡേഷനിൽ നമുക്ക് സ്റ്റേ പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ സ്റ്റേ എടുക്കുമ്പോൾ പ്ലസ് ബ്രേക്ക്ഫാസ്റ്റും കൂടി എടുക്കുകയാണെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കാരണം നമുക്ക് രാവിലെ ആവശ്യത്തിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് പോവാമല്ലോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലിൻ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ട്രാം കയറിയിട്ട് എയർപോർട്ട് പോകണം. എയർപോർട്ടിൽ നിന്ന് മെട്രോ കയറി പിന്നെ ഒരു മെട്രോ കൂടി മാറി കയറി ക്ലീച്ച്ബർഗ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോകണം. അവിടെയാണ് ലിൻ ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ബസ്സിലാണ്. നമ്മൾ ട്രാം കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഇനി നമുക്ക് ട്രെയിൻ കയറി പോവാം. അപ്പോൾ നമ്മൾ മുൻകൂറായിട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോഴത്തേക്കും ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ തനി മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അതിൽ അവർ പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു ഏകദേശം 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ അത് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട് എങ്ങും സ്റ്റക്ക് ആവണ്ട എന്ന് കരുതിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. നല്ല ഒരു ട്രെയിൻ ജേർണി ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. രാവിലെ നല്ല ലൈറ്റൊക്കെ വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ട്രെയിൻ കയറി. ഇവിടുന്ന് ഇനി നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി വേണം പോവാൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇപ്പോൾ നമുക്ക് സ്വിസ് പാസ് ആക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏതിൽ വേണോ യൂസ് ചെയ്യാം. ഏത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ വേണമെങ്കിലും സ്വിസ് പാസ് യൂസ് ചെയ്യാം. സൂറിച്ച് ശരിക്കും ഒരു സിറ്റി സൈഡ് കണക്കാണ്. നമ്മൾ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ വരുന്ന ആ ഒരു പച്ചപ്പും ഹരിതാപ്പും ഒന്നും സൂറിച്ചിൽ അധികം ഇല്ല. ഉണ്ട്, എന്നാലും അത്രയ്ക്കില്ല. നമ്മൾ നെക്സ്റ്റ് ബസ് കയറി ഇനി ക്ലീച്ച്ബർഗിൽ ഇറങ്ങണം. അവിടുന്ന് ഒരു 5 minutes നടന്ന് ചോക്ലേറ്റ് ഫാക്ടറി എത്തും. SPB എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഇതുവഴിയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയുടെ അടുത്തെത്തി. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നടന്നങ്ങോട്ട് പോവുകയാണ്. നമ്മളൊരു ഏകദേശം 8 o'clock ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 9:30 ഒക്കെ ആയിട്ടേ അവിടെ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ടും 2-3 ട്രെയിനും ബസ്സും ഒക്കെ മാറി കയറേണ്ടത് കൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഒരു ഫോട്ടോസും ചോക്ലേറ്റ്സ് ഷോപ്സും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറേ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ള യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ചോക്ലേറ്റ് ഫാക്ടറി ഫോം ഓഫ് ചോക്ലേറ്റിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ചോക്ലേറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് ഇത് റിയലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഫുള്ളൊരു ചോക്ലേറ്റ് മണമാണ് കേട്ടോ. നമ്മൾ പുറത്തിരിക്കുമ്പോഴും ഒരു ടെംപ്റ്റിംഗ് സ്മെല്ലാണ്. 9:30 ഒക്കെ ആയപ്പോഴത്തേക്കും റിസപ്ഷനിൽ ആൾ വന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റേറ്റൊക്കെ ഓൺലൈനിലുള്ളതിൻ്റെ ആ സെയിം റേറ്റ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആരും ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ഇവിടെ വന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇതാണ് ചോക്ലേറ്റ് ഫൗണ്ടെയിൻ. നമ്മൾ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു ഫൗണ്ടെയിൻ ഉണ്ട്. നമുക്ക് ഇഷ്ടത്തിന് ഫോട്ടോ എടുക്കാനും ഒക്കെ.
അപ്പോൾ അങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. നമുക്കിതിലൂടെ നമ്മൾ എവിടെയാണോ നമുക്ക് നിർദ്ദേശം വേണ്ടത് അവിടെ സ്കാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനും അതുവഴി കേൾക്കാൻ പറ്റും. ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാൻ റൗണ്ട് പിൻ ഉള്ളവർക്കാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഹെഡ്ഫോൺ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെവിയിൽ ഫോൺ പിടിക്കുന്നത് പോലെ ആര് പറഞ്ഞു എന്നുള്ള പാട്ടൊക്കെ പാടിയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഈ ഫൗണ്ടനിൽ കൂടി ചോക്ലേറ്റ് ഇങ്ങനെ പോകുന്നു, പിന്നെ അത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നു. ഒരു ടെംപ്റ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇത് കാണുമ്പോഴും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ഏരിയ ആണിത്. കാരണം ഇഷ്ടംപോലെ ചോക്ലേറ്റ് നമുക്ക് വെറുതെ കഴിക്കാം, ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാം. പിന്നെ സ്മെല്ലുണ്ടല്ലോ, ഏരിയ കംപ്ലീറ്റ് സ്മെല്ല്, അത് നമ്മളെ എന്താ മനം മയക്കുന്ന സ്മെല്ലാണ്. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർ സ്കാൻ ചെയ്തിട്ട് ഓരോ ഇൻഫർമേഷൻസ് കിട്ടും. ലാർജസ്റ്റ് അൺസപ്പോർട്ടഡ് ചോക്ലേറ്റ് ഫൗണ്ടൻ ഇൻ ദ വേൾഡ്. ഹൈറ്റ് ഒന്നുകൂടി പറയണം, കട്ട് ചെയ്ത്. ഇതെന്ന് പറഞ്ഞാൽ അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫൗണ്ടനാണ്. പിന്നെ 9 മീറ്റർ ഹൈറ്റ്. ഓക്കെ, ഇതിൽ 1400 ലിറ്റർ ചോക്ലേറ്റ് ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നു താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് റിയൽ ചോക്ലേറ്റിൻ്റെ സ്മെല്ല് നമുക്ക് അവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റും. ഓക്കെ, ഇത് ആ ഫൗണ്ടനിലൂടെ ചോക്ലേറ്റ് താഴേക്ക് പോകും. താഴത്തെ ഒരു ഫ്ലോറിൽ ഇത് വീണ്ടും സ്റ്റോർ ചെയ്തിട്ട് പമ്പ് ചെയ്ത് വീണ്ടും ആ വിസ്കറിലേക്ക് കയറി വന്ന് അതിൽ താഴോട്ട് ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഹൈജീനിക് റീസൺസ് ആയതുകൊണ്ട് ജസ്റ്റ് കാണാം. അപ്പോൾ കഥ കേട്ടല്ലോ, ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പം നമ്മുടെ ദിയ കൃഷ്ണയുടെ വ്ളോഗില് അവരിവിടെ വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും എൻട്രൻസിൽ മാവ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിലവർ മാവ് കണ്ടു, ഞാനും കണ്ടു. അങ്ങനെ ഞാൻ ആ എൻട്രൻസിൽ ഫസ്റ്റ് നോക്കിയത് ഇവിടെ മാവുണ്ടോ എന്നാണ്. ശരിക്കും ഇവിടെ മാവുണ്ട്, ദിയ കണ്ടത് മാവ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇടവിളയായിട്ടും കൊക്കോ ട്രീസ് വളർത്തുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. തണലത്താണ് അത് വളരുന്നത്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ റബ്ബറിൻ്റെ കീഴിലാണെങ്കിലും മാവ്, അതുപോലെ ഏത് ഇടവേളയുടെ ഷെയ്ഡിലും കൊക്കോ ട്രീസ് വളരും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ കൊക്കോ ട്രീ ചോക്ലേറ്റ് ഉണ്ടാക്കിയത് എല്ലാം നമുക്ക് അവിടെ ആ വൈറ്റ് റൗണ്ട് ഉണ്ടല്ലോ, അവിടെ സ്കാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഫോണിലൂടെ എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പണ്ട് ആൾക്കാർ ഇതുപോലെ ഒരു മെഷീനും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ അവർ ഫിസിക്കലായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയത് ആണ്. അപ്പം നമ്മളെ കൊണ്ട് ഒരു മിനിറ്റിൽ എത്രത്തോളം ക്രഷ് ചെയ്യാൻ പറ്റും എന്നാണ് അത് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഉള്ള എനർജി ഫുള്ള് എടുത്ത് യൂസ് ചെയ്ത് ക്രഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, പണ്ടത്തെ ആൾക്കാർ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ ഇത് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്, ഒരു യന്ത്രത്തിൻ്റെ സഹായവും ഇല്ലാതിരുന്ന സമയത്ത്. ഞാൻ തളർന്നു. പിന്നെ ഒരു മിനി ചോക്ലേറ്റ് മെഷീൻ, ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ സ്റ്റോറീസ്, പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ. എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മിൽക്ക് ചോക്ലേറ്റ് ആണ്. അത് ഞാനൊരു 4-5 സ്പൂണെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എനിക്ക് ഇത്രയും ഡാർക്ക് ഇതും
തല മത്ത് പിടിക്കുന്നതും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ മിൽക്കിൻ്റെ ചോക്ലേറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ചെറിയ ചൂടും ഒരു മത്ത് പിടിപ്പിക്കുന്ന രുചിയുമാണ് ഇത് മിൽക്കിൻ്റെത്. ഇതാണ് ഏറ്റവും കൂടുതൽ പേരും റിപ്പീറ്റായിട്ട് ടേസ്റ്റ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ജിഞ്ചർ, ഓറഞ്ച് എല്ലാ ഫ്ലേവറിലുള്ള ചോക്ലേറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുമായിരുന്നു. മനോട്ട് ഇത് രണ്ടാമത്തതാണ് ചോക്ലേറ്റ് മിൽക്കിൻ്റെത് ടേസ്റ്റ് ചെയ്യുന്നത്. ഇത് അത്രയ്ക്ക് ഡാർക്കല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ്. എനിക്ക് മിൽക്കാണ് ഇഷ്ടപ്പെട്ടെ. പിന്നെ ഇവിടെ നമുക്ക് എല്ലാ ഫ്ലേവറിലുള്ള ചോക്ലേറ്റ്സും കിട്ടും കേട്ടോ. ജിഞ്ചർ, ഓറഞ്ച്, കാർഡമൺ എല്ലാ ഫ്ലേവറിലും കിട്ടും. നമുക്ക് ഇഷ്ടത്തിന് എടുത്ത് കഴിക്കാം. ഇതുപോലെ ഓരോ പീസായിട്ട് കിട്ടും. ശരിക്കും പറഞ്ഞ ഒരു ചോക്ലേറ്റ് ലവറൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കും ജിഞ്ചറിൻ്റെത് കഴിച്ചപ്പോൾ എൻ്റെ മത്തൊരുവിധം മാറി എന്ന് പറയാം. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന സ്പോട്ടുകളുണ്ട്. അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് മെയിൽ അയക്കാം. പക്ഷെ അതിൽ കാണുന്ന ഒരു ക്ലാരിറ്റി നമ്മൾ മെയിൽ അയക്കുമ്പോൾ കിട്ടത്തില്ല. ഒരു ഫൺ അത്ര തന്നെ. പിന്നെ ഇവിടെ നമുക്ക് ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഓരോന്ന് എടുക്കാനാണ് അവർ പറയുന്നത്. ഞാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് 2, 3 ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട്. എൻ്റെത് കാഗോ പാൻറ്റും കൂടെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പോക്കറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് എടുത്തായിരുന്നു. പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ മനുവേട്ടൻ അവരോട് ഇതിൻ്റെ ടെമ്പറേച്ചർ അതൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് അടിച്ചു മാറ്റി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ട്രോബെറിയാണ്. അത് ഞാൻ ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ട്രോബെറിയാണ് അവർ കൈ വെച്ചേക്കുന്നത്. ഒരു ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുമോ? ഒരു പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് ഇരിക്കുള്ളൂ. പുറത്തിറങ്ങിയാൽ അത് മെൽറ്റായി പോവും. അതാണ് അവർ ഓരോന്ന് വീതം മാത്രം എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടേസ്റ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ കൊണ്ട് പുറത്തിറങ്ങി അതെന്തായാലും മെൽറ്റാവും. പിന്നെ ഇവിടെ നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് ചോക്ലേറ്റ് എടുക്കാൻ പറ്റുന്നത്. ക്ഷമ തീരെ ഇല്ലാത്ത കുട്ടിയാണ് ഞാൻ, കണ്ടോളൂ. എൻ്റെ അക്ഷമ ആണിത്. എൻ്റെ ചോക്ലേറ്റ് അവിടെ പ്രോസസ്സായി. കുറച്ച് വെയിറ്റ് ഇങ്ങോട്ട് വന്ന് നിന്റെതാ വരുന്നത് കണ്ടേ. എങ്ങനെയാണ് കൈ? അവർക്കത് അവർ കാണിക്കുമ്പോഴേ എടുക്കാൻ പറ്റും. മനുവേട്ട ഇവിടെ ഒരു കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചോക്ലേറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. അത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ആ കുട്ടി അത്രയും ഇൻട്രസ്റ്റോട് കൂടി അത് നോക്കി നിന്നിട്ട്, നമുക്ക് എത്ര ക്യൂരിയോസിറ്റിയോട് കൂടി അവൻ നോക്കി നിൽക്കുന്നതെന്ന്. ഭയങ്കര നല്ലൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ ഇത്. ആ കുട്ടി എത്ര ക്യൂട്ടായിട്ട് അത് നോക്കി ഇങ്ങനെ നിൽക്കുന്നത്.
പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 13 മിനിറ്റ്സ് ഒരു 1 അവറിനുള്ളിൽ നമ്മളിത് കണ്ടു കഴിയും. പുറത്ത് അതിന്റെ ഷോപ്പ് ഉണ്ട്. പക്ഷെ നമ്മള് ഇവിടുന്ന് ഇത് മേടിച്ചിട്ട് പോയി അവർ പറഞ്ഞല്ലോ പുറത്തത്തെ ടെമ്പറേച്ചർ വെച്ചിട്ട് ഇത് മെൽറ്റ് ആയി പോകും. അപ്പൊ നമ്മൾ ഇനിയും ട്രാവൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചോക്ലേറ്റ് മേടിച്ചില്ല. നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്ത ചോക്ലേറ്റ് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്കാക്കി. പക്ഷെ അത് ഫുള്ള് മെൽറ്റ് ആയായിരുന്നു കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഫുള്ള് മെൽറ്റ് ആയായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് റെയിൻ വാട്ടർഫോളിലാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.